പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ ഉണ്ടല്ലോ, ആരൊക്കെയോ ഇട്ട് പൊഴുത്ത് കീറിയ ഒരഴുക്ക ഷർട്ട്, 2 അഴുക്ക ഷർട്ടാണ് വന്നത്. കാശ് പോയി. ശ്രീമതി ശ്രീലേഖ IPS അവർ ചെവിയിൽ വെക്കാൻ ഒരു ഇയർഫോൺ വാങ്ങിച്ചിട്ട് അവരെ പറ്റിച്ച് പിന്നെയാണ് നമ്മൾ. ഈ അടുത്ത കാലത്ത് എന്തോ പറയുക, ഇലക്ട്രോണിക് സാധനം ബുക്ക് ചെയ്തു 3000 രൂപ പോയി എൻ്റെ. പക്ഷേ പിന്നെ മെയിൽ അയച്ചാൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യ മെയിലൊക്കെ അയച്ചു, സാധനമൊന്നും വന്നില്ല, പോയി. ഒരു ഭാര്യയും ഭർത്താവും കൊണ്ട് ഇറങ്ങിയിട്ട് ക്രിപ്റ്റോ കറൻസി അതാർക്കും കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നോക്കിയാൽ നീല കളർ ഒരു ചുരിദാർ വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ തപ്പിയാൽ ഉടനെ കിട്ടും, പല സൈസ്. വാങ്ങിക്കണ്ടെന്ന് ഞാൻ എങ്ങനെ പറയും? ഞാനിവിടെ കടന്നു വന്നപ്പോൾ പറഞ്ഞ പോലെ കോർപ്പറേറ്റുകളുടെയും ഓൺലൈനിൻ്റെയൊക്കെ പ്രതിസന്ധിയുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ തളരരുത് എന്ന് എനിക്ക് പറയാനുണ്ട്. ഇതിനേക്കാളും വലുത് വന്നിട്ട് പോയിട്ടുണ്ട്, അതിനൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. ടാക്സിക്കാരെല്ലാം ഭയന്നു, ഊബർ വരികയാണ്, എല്ലാ ടാക്സിയും പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. ഊബറിനെ ഇപ്പോൾ അധികം കാണാറില്ല, ടാക്സി എൻ്റെ നാട്ടിൽ വീണ്ടുള്ളത്. ഇതൊക്കെ ഒരു പ്രതിഭാസമാണ്, അത് വന്നും പോയൊക്കെ നിൽക്കും. ഓരോ കാലഘട്ടങ്ങളിൽ ഇതുപോലെ ഓരോ പ്രതിഭാസങ്ങളുണ്ട്. ഈ പ്രതിഭാസങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ട് ചിലർ വരും, അവർ കുറച്ച് ലാഭം ഉണ്ടാക്കും, പിന്നെ അവർ പൊളിയും, അങ്ങനെയൊക്കെ പോകും. ഓൺലൈനിൽ ആലിബാബ എന്നൊരു കമ്പനി തുടങ്ങി ചൈനയിൽ നിന്ന് ഭയങ്കര കച്ചവടം. ഇപ്പോൾ ഇന്ത്യയിൽ നിരോധിച്ചുകൊണ്ട് ആലിബാബയിൽ നിന്നും വാങ്ങിക്കാൻ പറ്റില്ല. ചൈനയിൽ ഇതിൻ്റെ ഉടമസ്ഥനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പോലെ ഒരു ഷെയർ പിരിച്ച് വീട് വയ്ക്കുക, അങ്ങനെയുള്ളവരൊക്കെ പലരും ജയിലിൽ കിടപ്പുണ്ട്. ഇപ്പം തൃശ്ശൂർ ഒരു ഭാര്യയും ഭർത്താവിനെയും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? 1500 കോടി ജനങ്ങളെ പറ്റിക്കുകയാണ്. ഇത്തരം തട്ടിപ്പുകളെല്ലാം കേട്ടിട്ടും പിന്നെയും നോട്ടറി ടിപ്പുകാരുടെ പുറകെ പോകുന്ന ഒരു ബുദ്ധിയില്ലായ്മ എന്തുകൊണ്ടാണെന്ന് നമുക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്നും പത്രമെടുത്താലും TV എടുത്താലും കളിപ്പിച്ചതും പറ്റിച്ചിട്ട് പോയതും പലിശ കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചത് 100 നമ്മുടെ മണ്ടത്തരം അവസാനിച്ചിട്ടില്ല. അവനും കൊടുത്തു 15,000 കോടി രൂപയുടെ ഒന്നാലോചന. ഒരു ഭാര്യയും ഭർത്താവും കൊണ്ട് ഇറങ്ങിയിട്ട് ക്രിപ്റ്റോ കറൻസി അതാർക്കും കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഞാൻ അതിനെപ്പറ്റി കുറച്ച് നേരം പഠിക്കാൻ നോക്കി. ഷെയറിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസി കാണാൻ പറ്റത്തില്ല, കേൾക്കാൻ പറ്റത്തില്ല, തൊടാനും പറ്റത്തില്ല. അത് ഉണ്ടെന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ, നമുക്കറിയാത്ത കാര്യങ്ങളിൽ പണം മുടക്കി ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അറിയുന്ന കാര്യത്തിൽ പണം മുടക്കി ലാഭം ഉണ്ടാക്കണം. പിന്നെ എല്ലാ സാധനങ്ങളുടെയും ഒരു അവൈലബിലിറ്റിയൊക്കെ ഈ ഓൺലൈനിൽ കാണാം. നമ്മളിപ്പോൾ നോക്കിയാൽ നീല കളർ ഒരു ചുരിദാർ വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ തപ്പിയാൽ ഉടനെ കിട്ടും, പല സൈസ്. വാങ്ങിക്കണ്ടെന്ന് ഞാൻ എങ്ങനെ പറയും? അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു സൈഡിൽ കിടക്കും. എത്ര തന്നെ വ്യാപാരങ്ങൾ നടന്നാലും പിന്നെയും ഒരു അവസരമുണ്ട് നമുക്ക്. ആളുകൾ ചിലർ പറയും തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ പലോഞ്ഞനം ഓൺലൈനിൽ വാങ്ങിക്കുക എന്ന് പറയും. അതും പക്ഷെ പോകുന്നത് കടകളിൽ നിന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഊബറിൻ്റെ ഫുഡ് കൊണ്ടുപോകുന്നത് എവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്? അവർ സൊമാറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹോട്ടലിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടുവരുന്നത്, അവരുണ്ടായി കൊണ്ടുവരില്ല. അപ്പോൾ അത്തരത്തിലുള്ള ടൈപ്പുകളുമായി നമ്മൾ രംഗത്ത് വരണം. കാരണം ഈ ആമസോണിലൊക്കെ വരുന്ന സാധനങ്ങളിൽ പലതും നല്ല സാധനമാണ് വരുന്നത്, പറ്റിപ്പ് സാധനം വരാറുണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളുടെയും ഒരു അവൈലബിലിറ്റിയൊക്കെ ഈ ഓൺലൈനിൽ കാണാം. നമ്മളിപ്പോൾ നോക്കിയാൽ നീല കളർ ഒരു ചുരിദാർ വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ തപ്പിയാൽ ഉടനെ കിട്ടും, പല സൈസ്. വാങ്ങിക്കണ്ടെന്ന് ഞാൻ എങ്ങനെ പറയും? ഞാൻ ഒരു ദിവസം നല്ല ഡിസൈനുള്ള ഷർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ ഓർഡർ, നല്ല ഭംഗിയുള്ള ഷർട്ട് ഞാനൊരു 2 ഓർഡർ ചെയ്തിട്ട് ആമസോണിൽ നല്ല വേറെ ഏതൊരു കമ്പനിയാണ്, പക്ഷേ ഭയങ്കര ഡിസൈൻ, മനോഹരമായിരിക്കുന്നത്, ഭയങ്കര രസമുണ്ട്. ഓർഡർ ചെയ്ത് വന്നു, സാധനം പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ ഉണ്ടല്ലോ, ആരൊക്കെയോ ഇട്ട് പൊഴുത്ത് കീറിയ ഒരഴുക്ക ഷർട്ട്, 2 അഴുക്ക ഷർട്ടാണ് വന്നത്. കാശ് പോയി. എന്തിന്? DGP ആയിരുന്ന ശ്രീമതി ശ്രീലേഖ IPS അവർ ചെവിയിൽ വെക്കാൻ ഒരു ഇയർഫോൺ വാങ്ങിച്ചിട്ട് അവരെ പറ്റിച്ച് പിന്നെയാണ് നമ്മൾ. അവരെ പറ്റിച്ചിട്ട് അവർ പോലീസ് പരാതി കൊടുത്തിട്ട് ആരും മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ് അവരുടെ പരാതി നമുക്ക് പത്രത്തിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഒരുപാട് വേലകളൊക്കെ ഉണ്ട്. ഞാൻ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് എവിടുന്നോ ഒരു പൊത്ത കവറിനകത്ത് വടക്കേന്ത്യയിൽ നിന്ന് കണ്ട് പന്ന സാധനം ഇതുപോലെ വന്നു. പിന്നെ ചില കമ്പനികളിൽ തിരിച്ചയക്കാം എന്നുള്ള സംഭവമുണ്ട്, ചിലത് പൈസയും പോവും. ഈ അടുത്ത കാലത്ത് എന്തോ ഒരു ഇലക്ട്രോണിക് സാധനം ബുക്ക് ചെയ്തു 3000 രൂപ പോയി എൻ്റെ. പക്ഷേ പിന്നെ മെയിൽ അയച്ചാൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യ മെയിലൊക്കെ അയച്ചു, സാധനമൊന്നും വന്നില്ല, പോയി. കാശ് പോയി. കാരണം കാശ് നേരത്തെ അടച്ചുപോയി, അതിനെപ്പറ്റി ഒരു അനക്കമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ആളുകളെ കുറച്ച് കഴിയുമ്പോൾ ചില്ലറ കൈകൊള്ളലുകളും തട്ടിപ്പൊക്കെ ഇത് അയക്കുന്ന ഒരിടത്ത് നല്ല നിങ്ങൾ മനസ്സിലാക്കണം. പല പല കടകളിൽ നിന്നാണ്. അപ്പോൾ വടക്കേനേക്കുള്ള ചില തട്ടിപ്പ് കടകളിൽ നിന്ന് ഈ സാധനം നമുക്ക് അയച്ചു തരികയാണ്. ഈ കവർ മാത്രമേ ഉള്ളൂ ആമസോണിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സാധനങ്ങളിൽ പല തകരാറുകളും കാണുമ്പോൾ താനേ മടുത്ത് വയ്ക്കുള്ളൂ. ഇതിനേക്കാളും വലിയ പ്രതിഭാസം വന്നിട്ട് നേരിട്ടിട്ടില്ലേ? അതിനെയൊക്കെ നേരിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അതിനുള്ള കരുത്തുണ്ട്, അതിനുള്ള ബുദ്ധിയുണ്ട്, സാമർഥ്യമുണ്ട്. അതെല്ലാം പ്രയോഗിച്ച് വരുമാന സ്രോതസ്സായ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന ആ വീടിൻ്റെ നട്ടെല്ലാണ് ഒരു വ്യാപാരി.
ആ കുടുംബത്തിൽ ഭാര്യയും മക്കളും അമ്മയും മുത്തശ്ശനും ഒക്കെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബം ശരിക്കും ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരിക്കും. കാരണം ഈ വ്യാപാരി ഒരു വ്യക്തിക്ക് ഒഴിച്ച് ബാക്കി ആർക്കും ഈ കച്ചവടത്തിൻ്റെ ഒരു രഹസ്യം അറിയത്തില്ല. പല വീട്ടിലും പലരും ബുദ്ധിപൂർവ്വം മക്കളെ ഇതിലേക്ക് കൊണ്ടുവന്ന് അവരെ പഠിപ്പിച്ചൊക്കെ എടുക്കും, അല്ലെങ്കിൽ ഭാര്യയെ പഠിപ്പിച്ചെടുക്കും. അങ്ങനെ പതിവ് വളരെ കുറവാണ്. അപ്പോൾ ഇത് ഒരു വഴിക്ക് അങ്ങ് വഴിമുട്ടുന്ന ഒരവസ്ഥയുണ്ടാവും. ഇപ്പോൾ ബിസിനസ് ആകുമ്പോൾ എന്തെങ്കിലും കടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആ സമയത്തുണ്ടാകും. പിന്നെ അവരുടെ സമ്മർദ്ദമാണ് ഈ 43 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ പൈസ വേണ്ടവരുടെ സമ്മർദ്ദം ആരംഭിക്കും. അപ്പം ആ സമയത്ത് ഈ കിട്ടുന്ന തുക അല്ല, നമ്മൾ ഈ നമ്മുടെ ബിസിനസ്സിൽ കടം വാങ്ങിക്കുന്നു. അവർ ഈ ആളങ്ങ് മരിച്ചു കഴിയുമ്പോൾ പിറ്റേ ദിവസം ഈ ഭാര്യ ശല്യം തുടങ്ങും മക്കളെ. അപ്പോൾ ആ ശല്യം ഇങ്ങോ വരുമ്പോൾ തന്നെ നിങ്ങളെ സഹായിക്കാൻ വ്യാപാര സമൂഹം കൂടെ എത്തുന്നു. ഈ കുടുംബത്തിലെ മറ്റംഗങ്ങൾ കൂടെ എത്തുകയും ഒരു പരിധിവരെ ഏതൊരു പ്രതിസന്ധിയും 10 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ചെറിയ സംഖ്യയല്ല. രവികുമാർ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ചികിത്സയ്ക്ക് പോലും വളരെയധികം തുക വേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ദിവസം കിഡ്നിയോ ലിവറോ പോയ ഒരാളെങ്കിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സഹായം തേടി എൻ്റെ അടുത്ത് വരാറുണ്ട്. ചെറിയ തുകയല്ല. അതിൻ്റെ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 20 ലക്ഷം രൂപ 30 ലക്ഷം രൂപയാണ് വരുന്നത്. ഒരുപക്ഷെ ലിവർ ദാനം ചെയ്യാൻ അടുത്ത ബന്ധുക്കൾ തന്നെ തയ്യാറായാൽ പോലും അതിന് പറ്റാത്ത ഒരവസ്ഥ, സാമ്പത്തില്ലാത്തതുകൊണ്ട് അതിന് കഴിയാത്ത ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരുപാട് പേരുടെ കിഡ്നിക്ക് തകരാറ് ധാരാളം. നമ്മൾ ഈ പണ്ടൊക്കെ നമ്മൾ ക്യാൻസർ രോഗമാണ് ഭയന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ലിവർ പല കാരണങ്ങളാൽ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം വല്ലാതെ കൂടിയിരുന്നു. കിഡ്നി തകരാറാവുന്നവരുടെ എണ്ണം വല്ലാതെ കൂടിയിരുന്നു. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഒരു ഇൻഷുറൻസ് ചേരുന്നത് ശരിക്കും മണ്ടത്തരാന്ന് ഞാൻ പറയും. ഇപ്പം നിങ്ങൾ ചെയ്യുന്നതാണ് ബുദ്ധി. ഇൻഷുറൻസ് ചേർന്നാൽ മാർച്ച് 31 ഇൻഷുറൻസ് അങ്ങ് ലാപ്സായിപ്പോൾ നമ്മൾ എത്ര രൂപ പ്രീമിയം അടച്ചിട്ടുണ്ടോ അത് പോകും. അപ്പോൾ കൂടുതൽ ഇൻഷുറൻസുകാരൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ ആളുകൾ നമ്മൾ ഇൻഷുറൻസ് നമുക്ക് ലാഭമാണെങ്കിൽ കൂടുതൽ ആളുകൾ മരിക്കണം. ഇൻഷുറൻസുകാരൻ കൂടുതൽ ആളുകൾ മരിക്കരുതെന്ന് ആഗ്രഹിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് രണ്ടാഗ്രഹവും നല്ലതല്ല. അതുകൊണ്ട് ഇതാകുമ്പോൾ ആരും ഒന്നും ആഗ്രഹിക്കത്തില്ല. മരിച്ചാൽ നമുക്ക് അപ്പോഴൊരു നടപടി, ഒരു സഹായം എന്നതുപോലെ ഒരു നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ പദ്ധതി ഒരു വിജയമാക്കി മാറണം. അതിൽ ഓരോ വ്യക്തിയും ഓരോ വ്യാപാരിയും പ്രത്യേകിച്ച് വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾ അവരെ നിർബന്ധിക്കണം. ഇക്കാര്യത്തിൽ ഒരു മരണം നടന്നു പറഞ്ഞാൽ ആ 100 രൂപ അടിയന്തരമായി അയച്ചു കൊടുക്കുന്ന കാര്യത്തിൽ വേറെ എന്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. കാരണം ഇന്നവൻ നാളെ നീ എന്നൊരു ചൊല്ലാണ്. ഇന്ന് ഞാൻ നാളെ നീ അല്ല, ഇന്നവൻ നാളെ ഞാൻ. അപ്പം ഇന്ന് അവനെ സഹായിച്ചാലേ നാളെ എന്നെ സഹായിക്കാനും ആളുണ്ടാവുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇതിനെ കാണണം. വളരെ നല്ലൊരു ആശയമാണ്. വ്യാപാരികളുടെ കൂട്ടായ്മ കേരളത്തിലൊരു വലിയ ശക്തിയാണ്. അത് ഗവൺമെൻറ് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, വ്യാപാരികളുടെ നവകേരള സദസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം വാണിജ്യ വകുപ്പ് രൂപീകരിക്കണം എന്നുള്ളതായിരുന്നു. അത് രൂപീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇതാണ്. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യവസായ വകുപ്പുണ്ട്, പക്ഷെ വാണിജ്യ വകുപ്പ് കേരള സംസ്ഥാനത്തുണ്ടായിരുന്നില്ല. അത് വേണമെന്നുള്ള വ്യാപാരികളുടെ ആവശ്യം അംഗീകരിച്ചതായി മുഖ്യമന്ത്രി എന്നോട് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അത് വളരെ നല്ല കാര്യമാണ്. ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ നിങ്ങൾക്കൊരു വേദിയാകും. വ്യാപാരികളുടെ മാത്രം കാര്യങ്ങൾ പറയുവാനും നടത്തുവാനും അവരുടെ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യാനും ഒരു മന്ത്രി എന്ന നിലയിൽ, ഒരു വകുപ്പ് എന്ന നിലയിൽ മാറുമ്പോൾ അത് വ്യാപാര സമൂഹത്തിന് വലിയ ഗുണം ചെയ്യും.